ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചന്ദ്രകിലയിൽ നിന്ന് ചന്ദ്രകാന്ത സീരിയലിൽ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പിങ്കി സഹായം ചോദിക്കേണ്ട കൂട്ടുകാരത്തിന് നീ ഫോൺ വെച്ചോ, ഞാൻ എന്താ വെച്ചാൽ ചെയ്തോളാം എന്നിനെ പറയണ്ട. അതിനുശേഷം പിങ്കിനെ പുഷ്പൻ വിളിക്കുവാണ്. ഹലോ മാഡം, ഇത് ഞാനാണേ പുഷ്പൻ, താൻ എന്തിനാണോ എന്നെ ഇപ്പൊ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അതെ അന്ന് മാഡത്തിന് വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്തു, നന്ദ പക്ഷേ എന്നെ കുടുക്കി, ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു, ഒക്കെ മാഡം മറന്നോ, താൻ എന്തിനാ ഇപ്പൊ വിളിച്ചത്? അതെ നമുക്ക് ഗൗതം സാറിന്റെ ആദ്യ രാത്രി കൊളവാക്കണ്ടേ? തനിക്കിതെങ്ങനെ അറിയാം? എല്ലാം അറിയാം മാഡം, ഞാൻ മാഡത്തിന്റെ ഇപ്പൊ വീടിന്റെ പരിസരത്ത് 1 കിലോമീറ്ററിന്റെ അടുത്ത് തന്നെയുണ്ട് എന്ന് പറയാണ്. അപ്പോ തനിക്കാണോ കൊട്ടേഷൻ അവള് തന്നതെന്ന് പറയാണ്. അതൊക്കെ മേഡം ഇരിക്കട്ടെ, എന്തായാലും ഞാൻ ഈ ആദ്യ രാത്രി കൊളവാക്കി തരാം എന്ന് പറയുന്നുണ്ട്. അതെ ഗൗതം സാറിന്റെ മേത്ത് ഒരു തരി മണ്ണ് പോലും വീഴരുത്, ആ രീതി വേണം ഇത് കൈകാര്യം ചെയ്യട്ടെ. അതൊക്കെ ഞാൻ ചെയ്തോളാം മാഡം, കാരണം നന്ദയടുത്ത് എനിക്കും തീർത്താ തീരാത്ത വൈരാഗ്യം പകയൊക്കെ ഉണ്ട് എന്ന് പറയണം. എങ്കിൽ താൻ പറഞ്ഞ പോലെ തന്നെ എന്താണെന്ന് ചെയ്തോ, ഞാൻ ഫുൾ സപ്പോർട്ടാണ് എന്ന് പറയാണ്. ശരി മാഡം, അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞ പൈസ എനിക്ക് തരണം എന്ന് പറയാണ്. അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഫോം വെക്കുവാണ്. ഫോം വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നന്ദേനെയും കൂട്ടിക്കൊണ്ട് മണിയറയിലേക്ക് കിടക്കുന്ന സമയത്ത് നന്ദനടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അവള് എന്താണ് പറയുന്നുണ്ട് ഇങ്ങനെ, എന്താണ് അതെ ഇന്ന് ആദ്യരാത്രിയാണ്, ഇത്ര പെട്ടെന്ന് ഈ ആദ്യരാത്രി വരുമെന്ന് നന്ദേച്ചി വിചാരിച്ചില്ല അല്ലേ എന്ന് പറയുമ്പോൾ, സത്യം പറയാലോ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഇനിയിപ്പോ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണാം, ഇനിയിപ്പോ അടുത്ത വർഷം ഈ സമയം കുട്ടികളൊക്കെ വേണം കേട്ടോ എന്ന് പറയുമ്പോൾ, എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഗൗതം സാറിന്റെ കുട്ടികൾ. കൊള്ളാലോ, ആദ്യരാത്രി മണിയറയിലൊക്കെ കടന്നില്ല, അതിനു മുമ്പ് കുട്ടികളെ കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങിയല്ലേ, പിന്നെ ആലോചിക്കണ്ടേ എന്ന് നന്ദ നാണത്തോടെ പറയാണ്. ശരിയെന്നാ എന്ന് പറയണ്ട. അപ്പോഴേക്കും ഗൗതം വരുമ്പോഴേക്കും നമ്മൾ നന്ദനോട് ഒറ്റക്കാക്കി അവർ പോവാട്ടോ. അങ്ങനെ നന്ദടുത്ത് പറയുന്നുണ്ട്. നന്ദ ചോദിക്കേണ്ട, അതെ മണിയറയിൽ കിടക്കണം മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. എന്താ? അന്ന് പിങ്കിനെ കൊണ്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തായിരുന്നു സംസാരം, എന്തായിരുന്നു കാര്യം? ഓഹോ, അപ്പൊ നീ വഴക്കിന് വേണ്ടിയാണോ ഈ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആഘോഷിക്കാന്ന് വിചാരിച്ചത്? വഴക്കിന് വേണ്ടില്ല, എനിക്ക് സംശയങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് മണിയറയിലേക്ക് കിടക്കാന്ന് വിചാരിച്ചു. അത് വേറൊന്നല്ല, ഞാൻ പിങ്കിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കിയതാണ്. എന്റെ മനസ്സിൽ നന്ദ മാത്രമേ ഉള്ളൂ, ഒരു ജീവിതം ഉണ്ടെങ്കിൽ അവളുടെ കൂടെ ഉണ്ടാവുള്ളൂ, അത് ജീവിച്ചില്ലെങ്കിലും ജീവിച്ചാലും ശരി, നീ മാത്രം എന്റെ മനസ്സിലുള്ളൂ നന്ദേ എന്നൊക്കെയാണ് അവൾക്ക് പറഞ്ഞത്. അത് കേട്ടപ്പോൾ പിങ്കും ഒരുപാട് പൊട്ടിക്കരഞ്ഞു എന്ന് പറയണം. ഇതായിരുന്നു കാര്യം, അപ്പൊ അന്ന് തന്നെ എന്നോട് ഇത് പറഞ്ഞുകൂടായിരുന്നോ? അന്ന് പറയാൻ വന്നപ്പോഴേക്കും നീ കടിച്ചു കീറാൻ വരുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നന്ദ ചിരിക്കുകയാണ്. വാ എന്ന് പറയാണ്. നീ എന്തായാലും മണിയാറിലേക്ക് നടന്നോ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറയാണ്. അങ്ങനെ നന്ദ മണിയാറിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഗൗതത്തിനെയും കാത്തിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ പെങ്കിയാക്കി ദേഷ്യം വന്നിരിക്കുക കേട്ടോ. അങ്ങനെ ഗൗതം വരുന്നുണ്ട്. ഗൗതം വരുമ്പോഴേക്കും അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നന്ദ പറയണ്ടേ, ഞാൻ ഭാഗ്യവതിയാണ്, ഇങ്ങനത്തെ ഒരു ഗാർഡൻ എനിക്ക് കിട്ടിയല്ലോ. അല്ല തനിക്കിപ്പോൾ എന്താ വരത്തിൽ നാണം പോലെ, പിന്നെ നാണം ഉണ്ടാവില്ലേ? അല്ല ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ ബെഡ്റൂമിൽ കയറുന്നത് എന്ന് പറയുമ്പോൾ, അത് അന്നൊക്കെ നമ്മൾ തമ്മിലൊരു കരാറുണ്ടായല്ലോ, ഇപ്പൊ കരാറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഭാര്യ ഭർത്താക്കന്മാരാവാൻ പോവല്ലേ. അങ്ങനെ എന്റെ നന്ദയുടെ മുഖത്ത് നാണം, ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറയണ്ട. ഒന്ന് ഗൗതം സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരോരോ കൊച്ചു കൊച്ചു സംസാരങ്ങൾ വർത്തമാനങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം പതുക്കെ നന്ദയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് നന്ദയുടെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കിസ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഗൗതത്തിന്റെ ഫോൺ ബെല്ലടിക്കുക കേട്ടോ. പക്ഷെ ഇതാരാ ഈ സമയത്ത്? അപ്പോഴേക്കും നന്ദയുടെ മുഖം മാറുന്നുണ്ട്. ഞാൻ എന്തായാലും ഫോൺ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഗൗതം ഫോൺ എടുക്കുകയാണ്. ആ സമയത്ത് ഒരു പുള്ളിക്കാരനാണ്. അയ്യോ സാർ എന്നെ രക്ഷിക്കണേ, ഞാൻ എൻ്റെ മോള് മാത്രം ഇവിടെ നിൽക്കണത്, എൻ്റെ മോൾ ഉപദ്രവിക്കാൻ വേണ്ടി 2-3 ചെറുപ്പക്കാരുടെ വന്നു സാർ, സാറിന്റെ വീടിന് 1 കിലോമീറ്റർ അടുത്ത് തന്നെ എൻ്റെ വീട് സാർ, എത്രയും പെട്ടെന്ന് ഞങ്ങൾ രക്ഷിക്കണേ സാർ എന്നൊക്കെ പറഞ്ഞേ. ശരി ഞാൻ വരാൻ പറഞ്ഞിട്ട് ഗൗതം ഫോൺ വെക്കുവാണ്. നന്ദൻ അർജന്റായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം. എവിടേക്കാ സാർ എന്ന് പറയുമ്പോഴേക്കും, അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാ ഒരാള്, അയാളുടെ മകളും അയാൾ ഒറ്റയ്ക്കാ, കുറച്ച് ചെറുപ്പക്കാർ വന്ന് ആ പെൺകുട്ടിനെ ശല്യപ്പെടുത്തണം അത്രേ, ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ നന്ദയുടെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വരാടോ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഗൗതം പുറത്തേക്ക് പോകുമ്പോഴേക്കും പിങ്കി വരുന്നുണ്ട്. നിങ്ങളെന്താ ഫസ്റ്റ് നൈറ്റ് ആയിട്ട് പുറത്തേക്കൊക്കെ പോകാൻ പോകുന്നത് എന്ന് പറയുമ്പോഴേക്കും, അത് ഒരു അർജന്റ് കേസ് ഉണ്ട്, ഞാൻ പോകാൻ പോവാ. അത് കൊള്ളാം, അതിങ്ങനെ ശരിയാവും ഗൗതം സാർ, നന്ദക്ക് അത് വിഷമാവില്ല എന്നൊക്കെ പിങ്കി അഭിനയിക്കുക കേട്ടോ. ആ സമയത്ത് അത് കേട്ടുകൊണ്ട് അർജുൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല ചേട്ടനിത് എങ്ങോട്ടേക്കാ പോകാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ, അത് ഒരു അർജന്റ് കേസാ, നമ്മുടെ 1 കിലോമീറ്ററിന് അപ്പുറത്ത് ഒരാളുടെ വീട്ടിൽ അയാളുടെ മോള് 2-3 ചെറുപ്പക്കാർ ശല്യം ചെയ്യാൻ വരുന്നു, ഞാൻ അവിടം വരെ പോയിട്ട് വരാം. വേണ്ട ചേട്ടൻ ഞാൻ ഇന്ന് ഇവിടുന്ന് എവിടേക്കും വിടില്ല എന്ന് പറയുമ്പോൾ നന്ദക്ക് ഭയങ്കര സന്തോഷമാവാ കേട്ടോ. അതെന്താ എന്ന് പിങ്കി ചോദിക്കുമ്പോൾ, അതിവിടെ ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട്, പിന്നെ ചേട്ടനെ വിളിച്ച് പറയേണ്ട കാര്യം എന്താ, ഇങ്ങനെ അപകടം ഉണ്ടെങ്കിൽ അവിടെ അയൽക്കാരൊന്നും ഇല്ല, അവരെല്ലാം വിവരം അറിയിക്കേണ്ടത്, അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് വിളിക്കേണ്ടത്. ചേട്ടൻ ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? എന്തായാലും ചേട്ടൻ അവിടെ പോകണ്ട, പോലീസ് സ്റ്റേഷനിൽ വിവരം പറ, ചേട്ടൻ ഇവിടെ നിന്ന് ഒരു അടി മുമ്പോട്ട് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അർജുൻ പറയാണ്. അത് കേൾക്കുമ്പോൾ പിങ്കിക്ക് ഒരു അടി കിട്ടിയ പോലെ പിങ്കി അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്തോടെ കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. ഒരു ഷോർട്ട് റിവ്യൂ ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കുള്ള ഫുൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ പ്രൊമോ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മുമ്പ് ഞാൻ കൂടെ ഇടുന്നുണ്ടായിരുന്ന ഒരു ചാനലായിരുന്നു, അപ്പോൾ കൂടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.